ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഒട്ടേറെ പേർ പറയുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, അതായത് വായുകോപം. നമുക്ക് എന്തൊക്കെയാണ് ഗ്യാസ് എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും ഗ്യാസ് ഉണ്ട്, പക്ഷെ ചില പേഷ്യൻസിൽ അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അതിന്റെ കാരണങ്ങൾ? അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ ചെറുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഗ്യാസ് കയറുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ തലമുറ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വയസ്സായവരാണെങ്കിലും മിഡിൽ ഏജ് ആണെങ്കിലും കുഞ്ഞു കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് സാധാരണയിലും കഴിഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴും നമ്മുടെ വായിലൂടെ വായു ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളിൽ നമ്മൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ പുറത്ത് തട്ടിക്കൊടുക്കും, ഗ്യാസ് പോകാനാണെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ തേട്ടി പോകുന്നത് കാണാം. അപ്പോൾ അതായത് കുഞ്ഞ് കുടിക്കുന്നത് ഒരു ചെറിയ പൊത്തിലൂടെയാണ്. അപ്പോൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വായു, അതായത് ഗ്യാസ് ഉള്ളിലോട്ട് കയറുന്നുണ്ട്, വായുടെ ഉള്ളിലൂടെ കയറുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വയറ് വീർത്തിരിക്കും കുഞ്ഞിൻ്റെ. ചിലപ്പോൾ പാൽ അത്രയും കുടിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ വീർത്തിരിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് തട്ടിക്കൊടുക്കുമ്പോൾ ഗ്യാസ് പോകുന്നതായിട്ട്, അത് തേട്ടി പോവുകയോ അല്ലെങ്കിൽ കീഴ്ശ്വാസമായി പോവുകയോ വേണം. അല്ലെങ്കിൽ അത് അവിടെ തടഞ്ഞു നിന്ന് പിന്നീട് കുഞ്ഞിന് അതൊരു ബുദ്ധിമുട്ടായി മാറുന്നു. അതാണ് ചെറിയ കുട്ടികളിൽ കാണുന്നത്. ഇത് തന്നെയാണ് എല്ലാവരിലും സംഭവിക്കുന്നത്. എല്ലാവരും കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്തും വെള്ളം കുടിക്കുന്ന സമയത്തും വായു കയറുന്നുണ്ട്. പക്ഷെ അതിൽ പ്രത്യേകമായിട്ടുണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ പെട്ടെന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും ഇരുന്ന് കഴിക്കാനോ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ചവയ്ക്കാതെ പെട്ടെന്ന് അങ്ങ് ഭക്ഷണം കഴിച്ച് തീർക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പം കൂടുതലായിട്ട് വായു ഉള്ളിലോട്ട് കയറി പോകുന്നു. അതാണ് പ്രധാന ഒരു കാരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വയറിലെത്തിക്കഴിഞ്ഞ് ഇതിന്റെ ഡൈജഷൻ നടക്കുക എന്ന് മാത്രമല്ല, അതിനെ ശരിക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളുണ്ട്. അതായത് വയറിന്ന് കഴിഞ്ഞ് അത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതായത് ചെറുകുടലിൽ പോയി പിന്നെ വൻകുടലിലെത്തുന്നു. ഈ വൻകുടലിലെത്തുന്നത് ഏറ്റവും ദഹിക്കാൻ പ്രയാസമുള്ള സാധനങ്ങളാണ്. അപ്പൊ അതിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് ബാക്ടീരിയയുടെ പ്രവർത്തനം കാരണം ചില ആളുകളിൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ ഒത്തിരി ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദഹിക്കാൻ പ്രയാസമുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതേപോലെ ചിലതരം ഫൈബറുകളൊക്കെയാണ് ഇങ്ങനെ പതുക്കെ ഡൈജഷൻ നടക്കുന്ന സാധനങ്ങൾ. അതായത് നമ്മുടെ വയറിന്ന് കഴിഞ്ഞ് ചെറുകുടലിലും കഴിഞ്ഞ് ചിലപ്പോൾ വൻകുടലിലെത്തി കെട്ടി നിൽക്കുന്ന പോലെ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ബാക്ടീരിയയുടെ പ്രവർത്തനം കൂടുതലായിട്ട് നടത്തുകയും ആ സമയത്ത് ഒത്തിരി ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ ഫൈബർ അടങ്ങിയതും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും നമുക്ക് വേണ്ടേ? 100% വേണം. അത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ, എല്ലാം നമുക്ക് ആവശ്യമാണ്. ഏറ്റവും അധികം ആവശ്യം ഫൈബർ ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് ഡൈജഷൻ നടക്കുമ്പോൾ ഇത്തിരി സമയം പിടിക്കുകയും മാത്രമല്ല കൂടുതൽ ഗ്യാസ് ഉണ്ടാവാനുള്ളൊരു സാധ്യത ആളുകളിൽ കാണുന്നുമുണ്ട്. അപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇപ്പൊ ഗ്യാസ് കയറുന്നതും അസിഡിറ്റിയും ഒന്നാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അസിഡിറ്റി എന്താണ്, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എന്താണ്, ഹാർട്ട് ബേൺ എന്ന് പറയുന്ന നെഞ്ചരിച്ചിൽ. അപ്പോൾ അസിഡിറ്റിയും നെഞ്ചരിച്ചിലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഗ്യാസ് കയറൽ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സ്റ്റഡി ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ നെഞ്ചരിച്ചിലും അസിഡിറ്റിയും ഇനി ഒരു വീഡിയോയിൽ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി തരാം. അതിൻ്റെ കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും ഒരുപാട് പേരിൽ കാണുന്നുണ്ട്. അസിഡിറ്റിയും അതേപോലെ തന്നെ നെഞ്ചരിച്ചിലും അത് ഒരു ഭാഗമാണ്. ഇതിപ്പോൾ നമ്മുടെ സാധാരണ വയറ് വീർത്തിരിക്കുന്നതും സ്തംഭിച്ചിരിക്കുന്നതും വയറിൽ അസ്വസ്ഥത അങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥ. അതായത് വേറെ അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതിൽ അങ്ങനെ വയറിൽ പുണ്ണ് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ആകെ ഒരു പ്രശ്നം, ഇവർ കഴിക്കുന്ന ഡൈജഷൻ ചെയ്യുന്നതിൻ്റെ പ്രവർത്തനം നമ്മൾ ആദ്യം വയറുന്ന് തന്നെ അങ്ങ് പൂർണ്ണമായി ഡൈജഷൻ നടക്കാതെ വരുന്ന സാധനങ്ങൾ പിന്നീട് നമുക്ക് ഗ്യാസ് ആയിട്ട് രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്. അതായത് ഇപ്പൊ തവിട് നല്ലോണം ഉള്ള കഴിക്കുന്നത് നല്ലതാണ്, ബോഡിക്ക് വളരെ ആവശ്യമുള്ളതാണ്. പക്ഷെ ചില ആൾക്കാരിൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഈ ഗ്യാസ് കയറാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ഇത് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരു കാര്യം
ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ ഓട്സ്, ഇതൊക്കെ മുഴുധാന്യങ്ങളാണ്, അതായത് നല്ല തവിടുള്ള സാധനങ്ങൾ, ഓട്സ്, റാഗി, ഇങ്ങനത്തെയൊക്കെ നല്ലപോലെ കുക്ക് ചെയ്ത് കഴിക്കുക. ഇപ്പം ഓവർനൈറ്റ് ഓട്സ് വെയിറ്റ് കുറയ്ക്കാനൊക്കെ കഴിക്കുന്നവർ രാത്രി വെറുതെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് രാവിലെ കഴിക്കുന്നത് അല്ലേ. ഓവർനൈറ്റ് ഓട്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാസ് ഉള്ളൊരു പേഷ്യൻറ്റിന് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല, കാരണം ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കുക്ക് ചെയ്ത് അത് വേവിച്ച് എന്നിട്ട് അത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ കഴിക്കുമ്പോഴത്തേനും അതിൽ ഫൈറ്റിക് ആസിഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രവണത കുറഞ്ഞു പോകും. അതേപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതായത് ഏറ്റവും അധികം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങളിൽ ഈ ഗ്യാസ് ഉണ്ടാവുന്ന പേഷ്യൻസിന് അത് വൻകുടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം കാരണം, ഫെർമെന്റേഷൻ കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഗ്യാസ് ഉണ്ടാക്കും. അപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കുക. അതായത് നല്ല ഫുഡുകൾ തന്നെയാണ്, എന്നിരുന്നാൽ പോലും ചില പേഷ്യൻസിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഗ്യാസിന്റെ കാര്യത്തിൽ. അതേസമയം ആസിഡിറ്റിയുടെ കാര്യത്തിൽ ഇത് തിരിച്ചാണ്. അത് ഞാൻ അടുത്ത ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി തരാം, എന്താണ് ആസിഡിറ്റിയിലും അതേപോലെ ഹാർട്ട് ബേണിലും എന്താ സംഭവിക്കുന്നത്, അതായത് നെഞ്ചെരിച്ചിൽ എന്താണ് ഉണ്ടാവുന്നതെന്നുള്ളത് അടുത്ത് മനസ്സിലാക്കി തരാം. അപ്പൊ ഇതില് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, എന്നിട്ട് ഈ ഗ്യാസ് പിന്നെ ഈ വൻകുടലിൽ നിന്ന് തിരിച്ച് നമ്മുടെ വയറിലോട്ട് എത്തുന്നു. വയറിന്റെ അതായത് സ്റ്റൊമക്, അബ്ഡോമൻ, അതായത് സ്റ്റൊമക്കും നമ്മുടെ വയർഭാഗവും നെഞ്ചുഭാഗവും തിരിക്കുന്ന നമ്മുടെ ഡയഫ്രം, അതിനെ വന്ന് തള്ളുന്നു. അതിന്റെ ഭാഗമായിട്ട് മുകളിലോട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും തൊണ്ടയിൽ എന്തോ വന്നിരിക്കുന്നത് പോലെയും തോന്നും. അതായത് ഇവിടെ നിന്നുള്ള ആ ഒരു ഗ്യാസ് ആണിത്, ഗ്യാസ് നിറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ബലൂൺ വീർപ്പിക്കുന്ന പോലെ തന്നെ വീർപ്പിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രഷർ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെ നിന്നുള്ള തള്ളച്ച കാരണം ഈ ഡയഫ്രത്തിന്റെ അവിടെ നിന്നുള്ള ഒരു തള്ളച്ചയും അത് കഴിഞ്ഞ് തൊണ്ടയിൽ വന്ന് എന്തോ ഇരിക്കുന്ന പോലെ. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് പേഷ്യൻസിനോട്, നിങ്ങളുടെ തൊണ്ടയിൽ എന്തിരിക്കുന്ന പോലെ ആയിട്ടാണ് തോന്നുന്നത്? അപ്പോൾ ഒരു ബോൾ പോലെ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്തോ കട്ട പോലെ എന്ന് പറയാറുണ്ട്. അതേസമയം അസിഡിറ്റി ആണെങ്കിൽ പുകച്ചിലാണ് ഉണ്ടാവുക. അസിഡിറ്റി ആണെങ്കിൽ ഇപ്പം ഇതേ കാര്യം തന്നെ സംഭവിക്കും, പക്ഷെ അതിൽ പുകച്ചില്, എരിച്ചില്, പിന്നെ പുളിച്ചു തേട്ടല്, ഇതൊക്കെയാണ് അസിഡിറ്റിക്ക് കൂടുതലായിട്ടുണ്ടാവുക. പക്ഷെ ഗ്യാസിനാവുമ്പം എന്തോ വന്ന് തള്ളി ഇരിക്കുന്നു, എന്തോ എൻ്റെ തൊണ്ടയിൽ ഉണ്ട് ഡോക്ടർ, അത് എടുത്ത് മാറ്റിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് നമ്മൾ മെയിനായിട്ട് എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്? നമ്മൾ ഭക്ഷണം കുറച്ചായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഒരു ലാർജ് മീൽ എടുക്കുമ്പോൾ ഒരുപാട് ഇതിൽ തിരക്ക് പിടിച്ച് വലിയൊരു മീൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എയർ കയറാനും ഗ്യാസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. മാത്രവുമല്ല, നമ്മളൊരു വലിയ മീൽ എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ കോഴ്സായിട്ട് ആദ്യത്തെ ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും, മെയിൻ ഫുഡ് ഉണ്ടാവും, പിന്നെ ഡെസേർട്ട് ഉണ്ടാവും, പിന്നെ പലതും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചെല്ലുമ്പോഴത്തേനും ഇതൊരു എന്തായി ഫാറ്റി ഫുഡുമാണ്. അത് ഡൈജസ്റ്റ് ചെയ്ത് തീർക്കാൻ അതിന് സമയം പിടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥതയും കാണും. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഇത് കട്ട് ചെയ്ത് 2 ഫുഡ് വലിയ ലാർജ് എമൗണ്ടിൽ കഴിക്കാതെ കട്ട് ചെയ്ത് കുറച്ചായിട്ട് കഴിക്കുക. കഴിക്കുമ്പോൾ നല്ലപോലെ ചവച്ച് കഴിക്കുക. കഴിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക. വായ അധികം, അതായത് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വായ ഇങ്ങനെ പുറത്തേക്ക് എയർ പോകുന്നുണ്ട്, ഉള്ളിലോട്ടും വരുന്നുണ്ട്, അങ്ങനെയല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോവാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ഇതാക്കി നല്ലപോലെ ചവച്ച് പതുക്കെ സമയമെടുത്ത് കഴിക്കാൻ ശ്രമിക്കുക. കുറച്ച് പോർഷൻ കഴിക്കുക, അത് മെയിനായിട്ട്. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കുക. വെള്ളം കുടിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഹാഫ് ആൻ അവർ ബിഫോർ, നിങ്ങൾക്ക് ഭക്ഷണത്തിന് കുറച്ച് മുന്നേ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ കഴിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം നല്ലതുപോലെ കഴിക്കാം. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം കറക്റ്റായിട്ട് നമ്മുടെ വയറിലെത്തുന്നു, കറക്റ്റ് HCl ഇതിൻ്റെ എല്ലാ സാധനങ്ങളും വന്ന് അതിന് ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടക്കുന്നു, പിന്നെ ചെറുകുടൽ, പിന്നെ വൻകുടൽ, അങ്ങനെ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും അതിൻ്റെ ഒരു പ്രോസസ്സും കറക്റ്റ് ആവും. മാത്രവുമല്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള ഡൈജഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ എയർ കൂടുതലുള്ള എയർ തേട്ടി പോവുകയോ അല്ലെങ്കിൽ കീഴ്ശ്വാസം ആയിട്ട് പോവുകയോ ചെയ്യും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, അത് പക്ഷേ അസിഡിറ്റിക്കാണ് കുറച്ചും കൂടി നല്ലത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പല്ല് തേക്കാതെ രാത്രി നമ്മൾ പല്ല് തേച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പോൾ അത് നല്ലതാണ്. അത് നമ്മൾ വെള്ളത്തിലൂടെ കൂടെ രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ആൽക്കലനിറ്റി, ആക്ച്വലി ആൽക്കലൻ ആയിട്ടുള്ളതാണ് നമ്മുടെ സലൈവയും അതേപോലെ തന്നെ അതിനോട് ചേർന്ന ഘടകങ്ങളും നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എത്തുന്നതാണ് നല്ലത്. പക്ഷേ ഇത് കൂടുതലും
നല്ലത് അസിഡിറ്റി എന്ന് പറയുന്ന അസുഖം കുറയ്ക്കാനാണ്. ഗ്യാസിന്റെ കാര്യത്തിൽ നമുക്ക് അതൊന്നും അത്ര പ്രാവർത്തികമല്ല. അതിനേക്കാട്ടിലും എനിക്ക് ഗുണകരമായിട്ട് തോന്നിയേക്കുന്നത് ഭക്ഷണം ചിട്ടയായി കഴിക്കുക, രാത്രി നേരത്തെ കഴിച്ച് അവസാനിപ്പിക്കുക, രാത്രി നേരത്ത് സ്നാക്കിംഗ് ഒട്ടും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നുന്ന ഇപ്പം എന്താ പറയുക വറവ് സാധനങ്ങളൊന്നും രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിക്കാൻ പാടില്ല. കറക്റ്റായിട്ട് ഉറക്കം നിയന്ത്രിച്ച് കറക്റ്റ് 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക, നേരത്തെ ഭക്ഷണം നിർത്തുക. അങ്ങനെയൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കൽ ഒട്ടും നല്ലതല്ല. എവിടെയെങ്കിലും നടക്കുകയോ ഇരിക്കുകയോ എന്നാലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നടക്കുകയോ ഇരിക്കുകയോ ചെയ്തിട്ട് ഇത്തിരി കഴിഞ്ഞ് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രം കിടന്നുറങ്ങുക. വെറുതെ കിടക്കുവാണെങ്കിലും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മാത്രം കിടക്കാൻ ശ്രമിക്കുക. ഉടനെ ഭക്ഷണം ചോറുണ്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞാലോ ഉടനെ കിടക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഗ്യാസിനെ കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല ഇനി ഗ്യാസ് കയറി ബുദ്ധിമുട്ടുവാണെങ്കിലും നമുക്ക് എന്താ പറയുക ഗ്യാസ് കയറിയിരിക്കാനും മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. നല്ല മരുന്നുകളുണ്ട്. ഗ്യാസ് കയറുന്ന ടെൻഡൻസി തന്നെ മാറ്റാനുള്ള മരുന്നുകൾ നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷെ എങ്കിലും നമ്മുടെ ചിട്ടവട്ടങ്ങൾ എന്താ പറയുന്നത്, നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തുവാണെങ്കിൽ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നു. മാത്രവുമല്ല ഈ ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളയാൻ പറ്റത്തില്ല. ഒരുപാട് വലിയ വലിയ അസുഖങ്ങളുടെ ഒരു ചെറിയൊരു സിംറ്റമാണ്, ചെറിയൊരു രോഗലക്ഷണമാണ് ഈ പറയുന്ന ഗ്യാസ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇൻറ്റസ്റ്റൈനിന്റെ തന്നെ ഇൻഫ്ലമേഷൻ ആവാം, അല്ലെങ്കിൽ അതായത് കുടലിന്റെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ആവാം, അൾസറേറ്റീവ് കോളൈറ്റീസ് ആവാം, ക്രോൺസ് ഡിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് കുറേ കാലം വയറ് ഉറച്ചിരിക്കുന്നു, പിന്നെ കുറേ കാലം വയറ് ഒഴിഞ്ഞു പോകുന്നു, അതായത് ഡയറിയ പോലെ വയറിളക്കം പോലെ വരുന്നു. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്ക സൈന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വിടുമ്പോൾ പിന്നെ മെയിനായിട്ട് നമ്മുടെ അസിഡിറ്റി ആൻഡ് ഹാർട്ട് ബേൺ, അതായത് വയറിലെ എരിച്ചിലും അതേപോലെ നെഞ്ചെരിച്ചിലും, ഇത് രണ്ടും ഇത് കഴിഞ്ഞിട്ടാണ് സാധാരണ വരാറുള്ളത്. അപ്പൊ ഗ്യാസ് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഡോക്ടറെ കാണിക്കുക, ഇതൊക്കെയാണോ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ എന്ന് മനസ്സിലാക്കുക. ഇത് ഒരു വലിയൊരു അതായത് ഒരു അസുഖത്തിന്റെ ഒരു ചെറിയൊരു ലക്ഷണമാണ്. അപ്പോൾ ബോഡി അങ്ങനെ കാണിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ഒരു അസുഖം വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ നമ്മുടെ ഇതിൽ കറക്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ അധികം കാപ്പി, ചായ, ആൽക്കഹോള് ഇതെല്ലാം വയറിൽ ഗ്യാസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. പയർവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെ സ്റ്റാർച്ചാണ്, അതൊക്കെ മോർ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഈ പയർവർഗ്ഗവും കിഴങ്ങ് വർഗ്ഗവും ഒക്കെ കഴിച്ചാൽ ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അത് കാരണം നമുക്കത് ബോഡിക്ക് പറ്റുന്നില്ലെങ്കിൽ കുറച്ചിട്ട് പിന്നെ നമ്മുടെ മരുന്നുകൾ ഇപ്പൊ വന്നിട്ട് പറയാം ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നുണ്ട്, ഈ തള്ളച്ച കാരണം എനിക്ക് നെഞ്ചുവേദന എടുക്കുന്ന പോലെ തോന്നുന്നു. എത്രയോ പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്നവർ. പക്ഷെ നെഞ്ചുവേദനയല്ല, അവർ ECG എടുത്ത് നോക്കുന്നുണ്ട്, എക്കോ ചെയ്ത് നോക്കുന്നുണ്ട്, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അത് വെറും ഗ്യാസ് ആണ്. അപ്പൊ അങ്ങനെ പ്രകൃതമുള്ളവർക്ക് ഈ പറഞ്ഞ കിഴങ്ങ് വർഗ്ഗം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ മരുന്ന് തന്നെ കഴിക്കണം. ആവശ്യമുള്ള കേസുകളാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ച് നമുക്ക് പറ്റാത്ത ഫുഡുകൾ കുറച്ച് ഒഴിവാക്കി നമ്മൾ മരുന്നുകൾ സ്ഥിരമായി കഴിക്കണം. വെറുതെ ഒരു പ്രാവശ്യം കഴിച്ചു അപ്പം തന്നെ എൻ്റെ മാറിയില്ല എന്നുള്ളതല്ല, നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രകൃതം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഇത് കഴിഞ്ഞു വരുന്ന, അതായത് ഇപ്പോൾ അസിഡിറ്റി ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ പുണ്ണ് വന്നു തുടങ്ങി, അങ്ങനെ പുണ്ണിലോട്ട് വരാൻ സമ്മതിക്കരുത്. നമ്മൾ ഭക്ഷണം കറക്റ്റായിട്ട് ഭക്ഷണം എടുക്കാതെയും ഇരിക്കരുത്. വെറുതെ ഇങ്ങനെ കഴിക്കാതെ കുറേ നേരം ഇരുന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വയറിൽ ഗ്യാസ് കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുപ്പിച്ച് വലിയതായിട്ട് ചെയ്യരുത്, വലിയ ഒരു മീലായിട്ട് കഴിക്കാതെ കട്ട് ചെയ്ത് കഴിക്കാനും ശ്രമിക്കുക. അങ്ങനെ ആരോഗ്യപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക എപ്പോഴാണ് എനിക്ക് ഗ്യാസ് കയറുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെ ആണെങ്കിലും രാവിലെ പോയി ഇരുന്നു, പിന്നെ വൈകുന്നേരം എഴുന്നേൽക്കുമ്പോഴേക്കും വയറുകൊണ്ടും നെഞ്ചുകൊണ്ടും നമുക്ക് അസ്വസ്ഥതയാണ്. പിന്നെ എല്ലാവരും പറയുന്നതാണ് രാവിലെ ഇട്ട ഡ്രസ്സ് വൈകുന്നേരം ആകുമ്പോഴേക്കും ടൈറ്റ് ആയി എന്നുള്ളത്. ഇതൊക്കെ ഗ്യാസിന്റെ ഒരു സിംറ്റമാണ്. ചിലവരുടെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ എവിടെ പ്രസ് ചെയ്താലും
ഒരു എന്താ പറയാ ഗ്യാസ് വായിക്കൂടെ പോവുക, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ മുഴുവനും ഗ്യാസ് കയറിയിരിക്കുന്ന ഒരു അവസ്ഥയുള്ളവരും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാ കേസുകളും നമ്മൾ നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം എന്നാണ് പറയുന്നത്. അത് എൻ്റെ പ്രകൃതമാണെന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറൊരു അസുഖത്തിലേക്ക് ഒരു വഴി തെളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെ ആയാലും ഇങ്ങനെ ഒത്തിരി ഗ്യാസ് വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, നമ്മുടെ ബോഡിയെ നമ്മൾ സംരക്ഷിക്കുക. താങ്ക് യു.